നമ്മളിവിടെ ഒരു ഫയർ സ്റ്റേഷൻ പോലും വ്യവസ്ഥാപിതമായില്ല. നമ്മൾ അത് പരിഹരിക്കും. അതോടൊപ്പം ഈ നിയോജക മണ്ഡലത്തിന് ഒറ്റ ഗവൺമെൻറ് കോളേജ്, മീഞ്ചന്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ന്യൂ ജനറേഷൻ കോഴ്സുകളൊന്നും ഈ സ്ഥാപനത്തിലില്ല എന്നുള്ളത് ആരുടെ പിടിപ്പുകേടാണ്. ഈ കോഴിക്കോട് എന്ന് പറയുമ്പോൾ കളിയെ അത്രമേൽ പ്രണയിക്കുന്ന ചെറുപ്പക്കാരുള്ള ഒരു മണ്ണാണത്. കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന ഈ യുവാക്കൾക്ക് കോഴിക്കോട് നഗരമധ്യത്തിൽ അല്ലെങ്കിൽ ഈ സൗത്ത് നിയോജകമണ്ഡലത്തിൽ ഒരു കളിക്കളവുമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കും. അതോടൊപ്പം കോഴിക്കോട്ടേക്ക് വരുന്ന ആളുകൾക്കൊരു വണ്ടി പാർക്ക് ചെയ്യാൻ, ഇവിടെ 5 വർഷം പ്രതിനിധിയായി നിന്ന അദ്ദേഹം ഒരു വണ്ടി ഒരു കാറ് പാർക്ക് ചെയ്യാനുമുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. കോഴിക്കോട്ടേക്ക് ഏകദേശം 2500ഓളം ലോറികൾ ഇങ്ങോട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഈ ലോറിയിൽ വരുന്ന ആളുകൾക്ക് 25 ലോറികൾ നിർത്തിയിടാനുള്ള ലോറി സ്റ്റേഷൻ മാത്രമാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഇങ്ങോട്ട് ലോഡുമായി വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ലോഡ് എടുത്ത് തിരിച്ചു പോകുന്നത്. ഇവർക്ക് വിശ്രമിക്കാനൊരു സ്ഥലമില്ല. ഒരു ദിവസം നിങ്ങൾ അറിയോ, 10,000ഓളം സന്ദർശകരാണ് കോഴിക്കോട് ബീച്ചിൽ വരുന്നത്. അപ്പോൾ ഒരു മാസം 3 ലക്ഷം സന്ദർശകർ വരും. ഈ 3 ലക്ഷം സന്ദർശകർ വരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു സിംഗിൾ ബാത്റൂം പോലും കാണാൻ കഴിയില്ല. നിങ്ങൾ വലിയ തള്ളൊക്കെ നിർത്തിവെക്കുക. ഞങ്ങളിവിടുത്തെ ഇടതുപക്ഷ ഈ പ്രതിനിധിയായി ഇവിടെ മത്സരിച്ച് ജയിച്ച അദ്ദേഹത്തോട് സ്വന്തം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് പോലും നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞ 5 വർഷം, അതും മന്ത്രിയുടെ അലങ്കാരത്തോടെ കൂടെ ഇരുന്ന നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര നിർഭാഗ്യകരമാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വിധം ഈ കോഴിക്കോട് സൗത്ത് മണ്ഡലം പൊറുതിമുട്ടുമ്പോൾ അതിനൊരു പരിഹാരം കൊടുക്കുക എന്നതാണ്. നിങ്ങൾ മാങ്കാവ് പോയി നോക്ക്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഒരാൾക്കും ക്രോസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ഫ്ലൈ ഓവർ കൊടുക്കാൻ എന്തിനാണ് ഇത്ര സാഹസം? ഒരു പതിറ്റാണ്ട് കാലം ഭരണത്തിലിരുന്നിട്ട് കേരളത്തിൽ നമുക്ക് 3 സിറ്റീസാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ക്യാപിറ്റൽ എന്ന നിലയിൽ ട്രിവാൻഡ്രം, 2 നമ്മളുടെ ട്രേഡ് സിറ്റി എന്ന അർത്ഥത്തിൽ നമുക്ക് കൊച്ചിയെ പറയാം, 3 കാലിക്കറ്റ് ഫാസ്റ്റ് ഗ്രോയിങ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഉള്ള സിറ്റിയാണ്. അവിടെ മീഞ്ചന്തയിലും ഇതുപോലെ ഫ്ലൈ ഓവർ ഇല്ല. അപ്പോൾ പയ്യാനക്കലെ റോഡ് നിങ്ങൾ കാണാം, ശ്വാസം മുട്ടി നിൽക്കുകയാണ്, വണ്ടികൾ വരി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വൈകുന്നേരം 3 മണിക്ക് ശേഷം ഒരു വണ്ടിയായിട്ട് ബീച്ചിലേക്ക് പോകാൻ പറ്റില്ല.